സോ ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ ഒരു പുതിയ സെഗ്മെൻറ്റാണ്, ടെക് വിത്ത് ജയ്. ഷസാൻ്റെ പോലെ തന്നെ നമ്മൾ ആ ഒരു പരിപാടി പിടിക്കുന്നതാണ് ഏകദേശം. സോ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ഭാഗത്തുള്ള ന്യൂസിൽ, അതായത് വാട്സപ്പ് പുതിയൊരു ചാറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് AI ചാറ്റ് ബോട്ട്. അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചാറ്റ് ചെയ്യുന്ന പോലെ അല്ല, ഇത് ഇൻകോഗ്നേറ്റ് മോഡാണ്. മനസ്സിലായില്ലേ സംഭവം? അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊതുവേ എല്ലാം സ്റ്റോർ ആവുമല്ലോ, ഇത് അങ്ങനെ ആയിരിക്കില്ല. അതിന് പകരം വെച്ചാൽ നമ്മൾ മുന്നേ ചാറ്റ് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഓൾറെഡി നമ്മൾ അതായത് നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്തിട്ടുള്ള അനുസരിച്ച് ഇപ്പോൾ ആ ഒരു ചാറ്റ് ബോട്ടായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ആൻസർ പറയാം. നമ്മൾ വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അന്ന് മുന്നേ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, അപ്പോൾ അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്തൂടെ, അങ്ങനെ ആയിരിക്കില്ല പറയാം. പക്ഷെ അപ്പോൾ അത് നമ്മൾ എന്ത് കൊടുത്താലും അത് അവിടെ ഫീഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി ക്രോമിൽ ഇൻകോഗ്നേറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് സംഭവം. നമ്മളിവിടെ എന്ത് സെർച്ച് ചെയ്താലും എന്ത് ചോദിച്ചാലും അത് റെക്കോർഡിലുണ്ടാവില്ല എന്നാണ് പറയണത്. പ്രിവസി എന്തോ ഭയങ്കരമായിട്ട് വേണമെന്നൊക്കെയാണ് ഇവർ പറയണത്. ആർക്കറിയാം എന്താവും എന്ന് പറഞ്ഞൂടാ. സോ അതാണ് ഫസ്റ്റ് സംഭവം. No one needs to know what's keeping you up at night. No one needs to know why you want a second opinion. Simply put, no one needs to know what you need to know. But most AI chats keep a record of what you ask them. And all your prompts add up fast. That's why we made Incognito Chat with Meta AI on WhatsApp, the most private way to chat with AI. A safe space where no one, not even WhatsApp or Meta, can ever see your conversations. Because in the age of AI, privacy is more than just keeping everyone out. It's keeping it off the record. കൊള്ളാം. സോ ഗെറ്റ് ന്യൂസ് വരുന്നത് ചൈനയിൽ നിന്നാണ്. അതായത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ബാൻ ചെയ്തു. അതായത് ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ജിമ്മ്, ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേരുണ്ട്. ചിലവരത് ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറെ പറയും. ഇപ്പം എനിക്കുണ്ടായിട്ടുണ്ടാവും ഞാൻ ജിമ്മിൽ പോകുന്ന ടൈമിൽ അന്ന് എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഒന്നുമില്ല. ഞങ്ങൾക്ക് 400 രൂപ കൊടുത്തിട്ട് പോണ ജിമ്മിലാണ് പോകേണ്ടത്. അപ്പോൾ പേഴ്സണൽ ട്രെയിനർ അങ്ങനെയൊന്നുമില്ല. നമ്മൾ യൂട്യൂബിലും പിന്നെ അങ്ങനെ കുറച്ച് ആപ്സൊക്കെ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ അവിടുത്തെ ആ ഒരു ട്രെയിനർ പറഞ്ഞു തരും, പക്ഷെ അത് അത്രയ്ക്കൊന്നും ഓക്കെ അല്ലേ, എല്ലാവർക്കും സിമ്പിൾ സാധനം ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നോക്കുക. അപ്പോൾ ഈ നോക്കുന്ന ടൈമിൽ ഒരാൾ ഒന്ന് പറയാം, അതായത് ഇന്ന ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇത് കഴിക്കാൻ പാടുള്ളൂ പറയുമ്പോൾ നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വേറൊരാൾ എന്നിട്ട് പറയും ഇങ്ങനത്തെ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോന്ന് പറഞ്ഞോടാ. അപ്പോൾ ഇത് കൺഫ്യൂഷനാണ്. അതായത് ആര് പറയണ എന്ത് കേൾക്കണം, രണ്ടുപേരും ഒരേ ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ജിമ്മിൻ്റെ ആൾക്കാർ തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ, വേറെ ആൾ പറയണോ ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഈ ടൈപ്പൊന്നും ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇവർ ചുമ്മാ ചിലപ്പോൾ അലക്കി കൂടെ ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ ചൈന മിക്ക ആൾക്കാരും ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡിഗ്രി ഒന്നും ഇല്ലാതെ ഇത് പഠിച്ചിട്ട് വന്ന ആൾക്കാർ മാത്രം, അതായത് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി വേണം, ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കണ്ടന്റ് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. സോ അത് കുറേ ആൾക്കാരെ ബാൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പക്ഷേ അതങ്ങനെ അത്ര നല്ലതൊന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും, അതായത് എനിക്ക് കുറച്ച് നോളജൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഒരു കോഴ്സ് നോക്കിയിട്ട് പഠിച്ചത് അങ്ങനെയൊന്നുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതാണ്. എന്നാൽ ഞാൻ അവിടെയും പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം ഒരു 1 ലാഖിൻ്റെ അടുക്കൊക്കെ ഫീ കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഓൺലൈൻ നോക്കിയിട്ടാണ്. സോ അപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കേഷൻ ഇല്ല, എന്നാൽ ഇതെനിക്കിതൊക്കെ അറിയാം, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. സോ അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് മോശം തന്നെയാണ്, പക്ഷേ പറയാൻ പറ്റില്ല. എന്നാൽ വേറൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഡിഗ്രി ആവശ്യമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ വൈ നോട്ട് പൊളിറ്റീഷ്യൻസ്? അപ്പോൾ അവർക്കും അത് വേണ്ടേ? എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞതാണ് സംഭവം. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാം. മെയിനായിട്ട് അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരും, അതുപോലെ ഹെൽത്തിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ലോ എഡ്യൂക്കേഷൻസ് അതും കൊടുക്കണത്. കാരണം കുറേ ആൾക്കാർ മിസ്ലീഡ് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് കുറേ സേപ്പി ഉണ്ട് അവിടെ കൊണ്ടിട്ട്, കുറേ IPOs ഉണ്ട് അവിടെ കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. സോ മിസ്ലീഡ് അല്ല, അവരോരോ വിളിച്ച് പറയും, അത് കേട്ടിട്ട് ആൾക്കാർ പോയിട്ട് ഒന്നും പറയാതെ പോയിട്ട് ഇങ്ങനെ ചെയ്യും, അത് സ്കാം ആവും, അത് പിന്നെ സൂസൈഡ് കേസ് വരാനൊക്കെ എത്തും. സോ പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത ന്യൂസും വരുന്നതും ചൈനയിൽ തന്നെയാണ്. അതായത് അതറിയാം മെക് റോബോട്ട്സ്, അതായത് ഈ പസഫിക് റിം നോക്കില്ലേ, ഇപ്പോൾ ഈ പവർ ജേഴ്സ് കണ്ടിട്ടില്ലേ, അപ്പോൾ അതിൽ
മെഗാസോറൊക്കെ വരില്ലേ, മെഗാസോറോ അപ്പോൾ അതുപോലെ ഒരു സംഭവം ചാനലിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്, കണ്ടവർ കാണുക. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇതൊക്കെ വന്നു തുടങ്ങി, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഇത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റിംഗ് ആയ ന്യൂസ് ആയിരുന്നു. ഇത് രസമുണ്ട് ഇത് സംഭവം. ഈ ഒരു ന്യൂസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പണ്ട് ഗൂഗിൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും ChatGPT ആണ്. ഇപ്പോൾ ChatGPT പോയി. അതായത് ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡാണ് ഇപ്പോൾ മെയിനായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ChatGPT വന്നപ്പോൾ ഭയങ്കര റെവല്യൂഷൻ ആയിരുന്നു മിക്ക ആൾക്കാരും. കാരണം നോർമലി ഇപ്പോൾ ഗൂഗിൾ യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഗൂഗിൾ നമ്മൾ ഒരു ആവശ്യം എന്തെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് വേണേ വിടുക അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ChatGPTക്ക് പോകുന്ന ഒരാളെന്ന് പറയുന്നത് ആളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ChatGPT പറയുന്നത് ഓക്കെ ഇത് ശരിയാകുമെന്നൊരു ട്രസ്റ്റ് ഉണ്ട്. സോ ഇപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര റെവല്യൂഷൻ ChatGPT ഉണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് നൗ ഇപ്പോൾ ChatGPT ആരും അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ക്ലോഡിലോട്ട് മാറി. അപ്പോൾ ChatGPTയുടെ മെയിൻ റൈവലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ആന്ത്രോപ്പിക്കാണ്. അപ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് ഭയങ്കര റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞൊന്നും കാണും. ഇപ്പോൾ ഈ കുറേ ഓട്ടോമേഷൻസ് ഏജൻസ് ഒക്കെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ചിട്ട് കുറേ പേര് അങ്ങനെ പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ എല്ലാവരും ക്ലോഡിലോട്ടാണ് ഇപ്പോൾ മാറുന്നത്. ChatGPT വിട്ടിട്ട് എല്ലാവരും ക്ലോഡിലോട്ട് മാറുകയാണ്. സോ ക്ലോഡ് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ ഇതിനെക്കാട്ടും ഡൊമിനേറ്റ് ചെയ്യാണ്. ChatGPT ഒന്നും അല്ലാത്ത രീതിക്കാണ് ക്ലോഡ് പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഡിങ് ഇപ്പോൾ അതുപോലെ തന്നെ ഏജൻസ് ഓട്ടോമേഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലിലേക്ക് കടന്നിട്ടുണ്ട് ക്ലോഡ്. അതുമാത്രമല്ല ബ്ലെൻഡറിലൊക്കെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ സമയം പോകണം വഴി അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ക്ലോഡിൽ ചെയ്യാൻ പറ്റും. സോ ക്ലോഡ് ഈസ് ഡൊമിനേറ്റിംഗ് ChatGPT. സോ മെയിനായിട്ട് ഇപ്പോൾ വാർ നടക്കുകയാണ് OpenAI വിസസ് ആന്ത്രോപ്പിക്. സോ അത് പറഞ്ഞപ്പോഴാണ്, അതായത് OpenAI പുതിയൊരു AI ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിച്ച് ഈസ് ബാങ്ക്ഡ് ബൈ $4 billion. $4 billion ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും ഫണ്ട് പൊട്ടിക്കാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേ ഓഫ്സിലാണ്. അതായത് ഈ ബിഗ് കമ്പനീസൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ AI ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേ ഓഫ് നടത്തണേ എന്നൊക്കെയാണ് പറയുന്നത്. സോ അവർക്ക് ആ ഫണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് കുറേ ലേ ഓഫ്സും ഉണ്ട്. എല്ലാവരും അൺഎംപ്ലോയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അറിയത്തില്ല, പഴയ പോലെ വരുമോ, സർക്കാർ ജോലി തന്നെ വേണം എന്നുള്ള രീതി വരുമെന്ന് അറിഞ്ഞൂടാ. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു പറയുന്നത് ഈ മെയിനായിട്ടുള്ള ഏജൻസ് ഭയങ്കരമായിട്ട് എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ അവരെല്ലാവരും ഈ AI സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ബേസിക് ആയിട്ടുള്ള ഈ ഇമെയിൽസ് അതുപോലെ ഷെഡ്യൂളിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കോഡിങ്, റിസർച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതൊരു വലിയ മാറ്റം മാത്രമല്ല, ഭയങ്കരമായിട്ട് അൺഎംപ്ലോയിഡ് റേറ്റ് കൂടും, ഭയങ്കരമായിട്ട് ലേ ഓഫ്സ് ഉണ്ടാവും. സോ എല്ലാവർക്കും ഒക്കെ പഠിച്ചു വയ്ക്കുക, അത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് ഒക്കെ, കാരണം കുറേ പേർക്ക് ഇപ്പോൾ സ്റ്റിൽ ഇതിനെക്കുറിച്ച് അറിയാത്തതുണ്ട്. സോ ഞാൻ എന്താ പറയാനാ, അൺഎംപ്ലോയിഡ് ആയിരിക്കും ഇത് ഭയങ്കര പ്രശ്നമാണ്. ലൈക്ക് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. പിന്നെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബിക്കം ദ ഫസ്റ്റ് കമ്പനി ഇൻ ദ ഹിസ്റ്ററി ടു ഹിറ്റ് മാർക്കറ്റ് ക്യാപ്പ് അബൌട്ട് 5.5 trillion. ഫസ്റ്റ് ആപ്പിളൊന്നുമല്ല. അതായത് ആപ്പിൾ എത്രയാണ് 4.5 സംതിങ് അങ്ങോട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് NVIDIA, സെക്കൻഡ് ആൽഫബറ്റ്, ഗൂഗിളിൻ്റെ ആൽഫബറ്റ് വിച്ച് ഈസ് 4.6 trillion സംതിങ് കൊണ്ടാണെന്ന് തോന്നുന്നു. ചെക്ക് ഇട്ടെ. ഓക്കെ, അതായത് NVIDIA 5.2 സംതിങ് അങ്ങോട്ടാണ്. പിന്നെ ഗൂഗിളിലാണ്. ഗൂഗിളിലത് ഏകദേശം എത്രയാണ് 4.6. പിന്നെ ആപ്പിൾ 4.1 4.2 സംതിങ് അങ്ങോട്ടാണ്. പിന്നെ മൈക്രോസോഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് ആമസോൺ 5.5 trillion. വാവ്. സോ ന്യൂസൊക്കെ അത്രയാണുള്ളൂ. സോ ഇത് ഷസാം ചെയ്യുന്നതിൻ്റെ അതേപോലെ ഒരു സിമിലാരിറ്റി പിടിച്ചിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന നോളജസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനിതൊരു റവന്യൂ അങ്ങനെ വേണ്ടിയിട്ടൊന്നും ചെയ്യണമെന്നില്ല. അതായത് എനിക്കിത് പറഞ്ഞു തരാനും ഈ കാര്യങ്ങൾക്ക് ഒരു മെൻറ്റേഴ്സും അങ്ങനെ ആരുമില്ല. സോ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എനിക്കിതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോയിട്ട് ലൈക്ക് നമുക്കറിയുന്ന നോളജ് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന നോളജ് പറയുമ്പോൾ ആ നോളജ് എനിക്ക് ഷെയർ ആൻഡ് ഗെയിൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നോക്കുന്നത്. ഓക്കെ, ഇനി അറിയാം വീഡിയോയുടെ ഒരു എഡിറ്റിംഗ് ഭയങ്കര ഷോക്കായിരിക്കുന്നത്. കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഐ ആം നോട്ട് ഗുഡ് വിത്ത് ക്യാമറാസ്. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ട്. പക്ഷേ ഇത് സ്റ്റാർട്ടാണ്. ഇത് എപ്പിസോഡ് നമ്പർ 1 അല്ലേ. അപ്പോൾ എല്ലാം ഒരു 10, 15, 20 എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് എനിക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ. കാരണം എൻ്റെ ഇത്രയേ ഉള്ളൂ റിസോഴ്സസ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇടുക. ഞാൻ മോസ്റ്റ്ലി എനിക്ക് കിട്ടുന്ന ന്യൂസസ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു എപ്പിസോഡാക്കിയിട്ട് ഇടാൻ നോക്കാം. മോസ്റ്റ്ലി 2 ദിവസം കൂടുമ്പോൾ ഒരു എപ്പിസോഡൊക്കെ വരിക. അല്ലെങ്കിൽ മേ ബി എനിക്കൊന്നൊരു കിക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡെയിലി ഇടാൻ നോക്കാം. സോ ഐം ജയ് സൈനിങ് ഓഫ്. ഇത്രയുള്ളൂ. ബൈ.